ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരവുമായി മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകളിൽ നിർണായക പരിഷ്കാരവുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇനി മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിന്റെ ടെസ്റ്റ് നടത്തുമ്പോൾ വാഹനങ്ങളിലെ റിവ്യൂ ക്യാമറകൾ നോക്കാൻ അനുമതി നൽകും. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ഈ പുതിയ മാറ്റം നടപ്പിലാക്കുന്നത്. നിലവിലെ നിയമപ്രകാരം വാഹനത്തിന്റെ വശങ്ങളിലെയും ഉള്ളിലെയും മിററുകൾ മാത്രം നോക്കി എച്ചെടുക്കാനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ വിപണിയിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം പുതിയ കാറുകളിലും റിയർ വ്യൂ ക്യാമറകൾ അടിസ്ഥാന സൗകര്യമാക്കി മാറിയ പശ്ചാത്തലത്തിലാണ് ഈ ചട്ടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്തിയത്. ഇ.പി. ജയരാജന് വൻ തിരിച്ചടി. വിമാനത്തിലെ യൂത്ത് കോൺഗ്രസ് മർദ്ദന കേസ് എഴുതിത്തള്ളാനാവില്ലെന്ന് കോടതി. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ സിപിഐഎം നേതാവ് ഇ.പി. ജയരാജന് കനത്ത തിരിച്ചടി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ അന്തിമ റിപ്പോർട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസ് അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി സംഭവത്തെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകാൻ പോലീസിന് ഉത്തരവിട്ടു. 2022 ജൂൺ 13 കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുയർത്തിയ ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. സ്വർണ്ണക്കടത്ത് വിവാദം കത്തുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ വരികയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനുള്ളിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒപ്പമുണ്ടായിരുന്ന ഇ.പി. ജയരാജൻ ബലം പ്രയോഗിച്ച് തള്ളിയിടുകയായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് ജിതിൻ. ഇയാളെ SIT നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാമുദായിക ഐക്യം തകർത്ത കലാപത്തിനുള്ള ശ്രമം 153A 201 തെളിവ് നശിപ്പിക്കൽ 109 പ്രേരണാകുറ്റം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശികളായ 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇരുവർക്കും വേണ്ട ചികിത്സ നൽകി വരികയാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കുടലിനെയാണ് ഷിഗല്ല രോഗാണു പ്രധാനമായും ബാധിക്കുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എന്നാൽ എല്ലാ രോഗികൾക്കും രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം 3 ദിവസത്തിന് ശേഷമാകും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇനി കഫ് സിറപ്പുകൾ കിട്ടില്ല. കർശന ഉത്തരവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഫ് സിറപ്പുകളുടെ വിൽപ്പനയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ സിറപ്പുകൾ വിൽക്കാനുള്ള ഇളവ് റദ്ദാക്കിയെന്ന് മന്ത്രാലയം ഗസറ്റ് വിജ്ഞാപനം ഇറക്കി. സിറപ്പുകളെ ഷെഡ്യൂൾ കെ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സിറപ്പുകൾ വിൽക്കുന്നതിലടക്കം നേരത്തെ കർശന നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. സിറപ്പുകളുടെ ഉൽപാദനം, വിതരണം എന്നിവയിൽ കർശന നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ശബരിമല ശ്രീകോവിലിന് മുകളിൽ നിറവ്യത്യാസം. ദ്രാവകം ഒഴിച്ചതാണോ എന്ന് സംശയം. ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുകളിൽ നിറവ്യത്യാസം കണ്ടെത്തി. സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും ദ്രാവകം ഒഴിച്ചതാണോ എന്ന സംശയമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. ശ്രീകോവിലിന്റെ സ്വർണ്ണ മേൽക്കൂരയിലെ നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള പ്രമുഖ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിച്ചേരുകയും സംശയാസ്പദമായ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ശ്രീകോവിലിന് മുകളിൽ ഒഴുകിയിറങ്ങിയത് നെയ്യാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഭക്തർ സമർപ്പിക്കുന്ന നെയ്യ് വീണതാകാം ഈ നിറവ്യത്യാസത്തിന് കാരണമായതെന്നാണ് ഉദ്യോഗസ്ഥ സംഘം വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ ടെലഗ്രാം നിരോധിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ ജൂൺ 22 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടെലഗ്രാമിലെ മെസ്സേജിംഗ് എഡിറ്റിംഗ് ഫീച്ചറും ജൂൺ 30 വരെ പ്രവർത്തിക്കില്ല. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രത്തിന്റെ നീക്കം. ജൂൺ 21 NDA പുനഃപരീക്ഷ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. ശശിയുടെ വക്കീൽ നോട്ടീസ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ അന്തകൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി നിയന്ത്രിച്ച ഓഫീസാണെന്ന് വിമർശിച്ച് വെള്ളാപ്പള്ളി ഒരു ചാനൽ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. ഈ വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് വക്കീൽ നോട്ടീസിൽ P. ശശി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് K. വിശ്വൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. നേരത്തെ മുൻ നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി P. ശശി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു. നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ചു കയറിയത് റോഡരികിലുള്ള കടയിലേക്ക്. ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഗുരുതര പരിക്ക്. നിയന്ത്രണം വിട്ട KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം.
തിരുവനന്തപുരം പാപ്പനംകോട് ബസ് ഡിപ്പോയ്ക്ക് സമീപമുള്ള ലോട്ടറി കടയിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. അപകടത്തിൽ KSRTC ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഗുരുതരമായി പരിക്കേറ്റു. സർവീസിനായി വാഹനം പുറത്തേക്കെടുക്കുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. ബാരിക്കേഡുകൾ തകർത്താണ് ബസ് അപകടമുണ്ടാക്കിയത്. കടയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറുകളും തകർത്തു. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഒഴിവായത്. മലയിടം തുരുത്ത് പര്യത്തുകാവ് ഉന്നതിയിലെ ഭൂമി തർക്കത്തിന് പരിഹാരം. ധാരണയിൽ ഒപ്പുവെച്ചു. 60 വർഷത്തോളം നീണ്ടുനിന്ന കിഴക്കമ്പലം മലയിടം തുരുത്ത് പര്യത്തുകാവ് ഉന്നതിയിലെ കടുത്ത ഭൂമി തർക്കത്തിനൊടുവിൽ രമ്യമായ പരിഹാരം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഒത്തുതീർപ്പ് കരാറിൽ ബന്ധപ്പെട്ട കക്ഷികൾ ഒപ്പുവെച്ചു. ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ദളിത് കുടുംബങ്ങളും ഭൂവുടമകളും സർക്കാരും തമ്മിൽ ഈ നിർണായകമായ ധാരണയിലെത്തിയത്. മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളും സർക്കാരും ഭൂവുടമകളും തമ്മിലുണ്ടാക്കിയ ധാരണാപത്രം എറണാകുളം കളക്ടറേറ്റിൽ വെച്ചാണ് ഒപ്പുവെച്ചത്.